ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ വീട്ടിൽ കുറച്ച് മഞ്ഞ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞ ഇപ്പോൾ ഏകദേശം വിളവെടുപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഞ്ഞ വിളവെടുക്കുന്ന വീഡിയോ, പിന്നെ അതെങ്ങനെയാണ് നമുക്ക് മഞ്ഞപ്പൊടി ആക്കുന്നതെന്നും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇനി നമ്മൾ നേരത്തെ അവിടെ നിന്ന് പിഴുതിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പിഴാം. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ മഞ്ഞ. നമ്മൾ കുറച്ച് സ്ഥലത്തേ നട്ടിട്ടുള്ളൂ. ഇത് ഇലയൊക്കെ ഇപ്പോൾ ഉണങ്ങി. കണ്ടോ, ഇനി എടുക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. മഞ്ഞയുടെ നല്ല മണമാണ്. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, വിളവെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിഴുതു നോക്കാം. നല്ല മണമാണ് ഗൈസ് ഈ ഇല. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് അറുത്ത് കളയണം. എല്ലാം ഈ ഇലകളൊക്കെ ആദ്യം നമുക്ക് ഒന്ന് അറുത്തൊന്ന് വൃത്തിയാക്കണം. അടിയിൽ ഉണ്ടാവും. ഇതാ ഒരു മൂട്ടിൽ ഇത്രയാണ്. ഇനി നമ്മൾ മണ്ണ് കളയണം. നമുക്ക് ഇത്രയും കിട്ടി. ഇതില് കൊറേയൊക്കെ മണ്ണാണ്. ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് കാണിച്ചുതരാം. നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കിയാലോ. അത്യാവശ്യം ഇളക്കി നോക്കാം. നമ്മൾ കുറെ മൂടിലുള്ളതാണ് ഇറക്കി. ഇനി 2 മൂടിലുള്ള ഇറക്കിയ അങ്ങനെ ഇരിക്കുന്നു. കുറെ ഉണ്ട്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ മഞ്ഞയും കിട്ടിയിരിക്കുന്നു. ഭയങ്കര വെയിറ്റ് ആണ് മഞ്ഞ. അത്യാവശ്യം മഞ്ഞ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അമ്മേ കുത്ത് പതിയെ പതിയെ. ചെറിയ മൂടാണെന്തോ. ചെറിയ മൂട് കാണിക്കാം. നമുക്ക് ഇപ്പൊ ഒരു ചെറിയ മൂട് കിട്ടിയിട്ടുണ്ട്. ചെറുതിന്ന് നമുക്ക് ഇതും കൂടെ ഇവിടെ മാറ്റി വയ്ക്കാം. കുറച്ചൊക്കെ പൊടിച്ചിരിക്കുകയാണ്. ഇവിടെ മൂടൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുമ്പോഴൊക്കെ ഇവിടെയും കുറച്ച് മൂടൊക്കെ ഉണ്ട്. അടുത്ത മൂടൊക്കെ പൊട്ടിക്കാണ്. നമുക്ക് നേരത്തെ എടുത്തത് ഇത്രയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെറിയ മൂടാണ്. കുറച്ച് മഞ്ഞേ ഉള്ളു. ആദ്യം നമ്മൾ എടുത്തതിലൊക്കെ വലിയ മൂടായിരുന്നു. നമ്മളെല്ലാം നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇത് ചെറിയ മൂടാണ്. കണ്ടോ, ഇതിന് കുറച്ച് മഞ്ഞേ ഉള്ളു. വലിയ മൂടില്ല, വലിയ മണ്ണയൊക്കെ ആണ്. അത്യാവശ്യം ഉണ്ട്. പക്ഷേ കുറച്ചൊക്കെ മണ്ണാണെന്നേ ഉള്ളൂ. മണ്ണൊക്കെ മാറ്റിയാലേ നമുക്ക് എത്ര മഞ്ഞ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. എല്ലാം പറ്റില്ല. നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിച്ച് കാണും. ഭയങ്കര ജോലിയാണ് ഇപ്പം. നമുക്ക് മാറ്റി മണ്ണ് മാത്രം മാറ്റിയാൽ മതി. അതന്നെ ഞാൻ ഇതൊക്കെയാണ് മണ്ണൊക്കെ മാറ്റാതെ മാറ്റി ഇതൊക്കെ വരുന്നോണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വേലൊന്നും മാറ്റണം. വേല് മാറ്റാതെ നിന്നെ എങ്ങനെ വൃത്തിയാക്കുക? നമുക്ക് ഇങ്ങനെ ഒഴിക്കണം ആദ്യം. ചെറിയ ഇവിടെയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ പോവും.
അങ്ങനെ നമ്മൾ ഒരു വലിയ മൂന്നെല്ലാം പിഴുതെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വൃത്തിയാക്കുന്നതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും മഞ്ഞയാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും മഞ്ഞയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിനെ മുറിച്ച് മാറ്റാം. എന്നാലും ഇതിനിടയ്ക്ക് ഇരിക്കുന്ന മണ്ണൊക്കെ നമുക്ക് എളുപ്പത്തിന് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്കൊക്കെ മണ്ണൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് മണ്ണ്. ശരിക്കും ഇതാണൊരു വലിയ ടാസ്ക്, വൃത്തിയാക്കണം, എടുക്കണം. മണ്ണൊക്കെ ഒരു മൂട്ടിലുള്ള വേര് അതിൻ്റെ നമ്മൾ വിചാരിച്ചതിനേക്കാളും മഞ്ഞ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറെ മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കപ്പോ ഇത്രയും മഞ്ഞ കിട്ടിയിട്ടുണ്ട്. ഇതില് മൂടും ഉണ്ട്, മഞ്ഞയും ഉണ്ട്. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മഞ്ഞ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഇനി നല്ല കഴുകി വൃത്തിയാക്കണം. ഇനി മണ്ണുണ്ട് കണ്ടോ. ഒന്നും കൂടെ ഇതുപോലെ ഓരോന്നായിട്ട് ഇളക്കണം, പൊട്ടിച്ചിടണം. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കാനുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മഞ്ഞയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണ് പൊട്ടിച്ചിളക്കിയിട്ട് നമുക്ക് ഇത്രയും മഞ്ഞയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഇനി നമ്മൾ ഇപ്പം ഇങ്ങനെയാണ് ഉള്ളത്. ഇതിനെ ഇനി നമ്മൾ ഒറ്റ ആക്കണം. ഇങ്ങനെ ആക്കണം. മണ്ണ് നന്നായിട്ട് കളഞ്ഞ് ഒറ്റയായിട്ടിരുന്ന ആക്കിയാൽ മാത്രമേ ഇതിനിടയ്ക്കിരിക്കുന്ന മണ്ണൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പം വൃത്തിയാക്കിയിട്ടുണ്ട്. മണ്ണായിട്ടിരുന്നതൊക്കെ നമ്മൾ തെരിഞ്ഞ് വലുതൊക്കെ ഇങ്ങനെ എന്നുവെച്ചാൽ സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടിയിട്ട്, മണ്ണൊക്കെ മാറാൻ വേണ്ടിയിട്ട് വലുത് നമ്മൾ ഒരു ബക്കറ്റിലാക്കി, ചെറുതൊക്കെ നമ്മൾ ഒരു ബക്കറ്റിലാക്കി. അങ്ങനെ നമുക്ക് 2 ബക്കറ്റ് കിട്ടി. പിന്നെ ഇവിടെയും കുറച്ചുണ്ട്, ഇനിയും കുറച്ച് ഇരിപ്പുണ്ട്. അത് അവിടെ ശരിക്കും ഇത് നമ്മൾ 80 രൂപയ്ക്ക് വാങ്ങിച്ച മഞ്ഞളാണ്. 80 രൂപയ്ക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് മഞ്ഞ 80 രൂപയ്ക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് നട്ടതാണ്. ഇപ്പം നമുക്ക് ഇത്രയും മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഉണക്കി വൃത്തിയാക്കി നമുക്കിനി പൊടിച്ചെടുക്കണം. കഴുകണം. ആദ്യം നമുക്ക് ഇതിനെ കഴുകണം. അപ്പോൾ നമ്മൾ 2 ബക്കറ്റ് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റിൽ പകുതി ആയിട്ടുണ്ട്. ഇനി ഈ 3 മൂടും കൂടെ നമുക്ക് വൃത്തിയാക്കി വെക്കാനുണ്ട്. വാ, ഇനി ഇളക്കി ഇടുന്നതിനും കൂടെ ഇടുന്നു. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല വൃത്തിയായി കഴുകിയിടുക. മണ്ണ് മൊത്തം നമുക്ക് മാറി കിട്ടും. നമുക്ക് വീട്ടിൽ പൊടിച്ച് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ശകലം പോലും മണ്ണില്ലാത്ത കണക്കിന് വൃത്തിയായിട്ട് നന്നായിട്ട് കഴുകിയിടുക. അപ്പം നമ്മൾ ഒരു വെള്ളം കഴുകിയിട്ടുണ്ട്. ആദ്യത്തെ വെള്ളമാണ്. ഇത്രയും ചെളി ഉണ്ടായിരുന്നു. ഞാൻ ഒരു 2-3 വെള്ളമെങ്കിലും കഴുകിയാലേ നല്ല വൃത്തിയാവുള്ളൂ. അങ്ങനെ നമ്മൾ 2 ബക്കറ്റ് മഞ്ഞളും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ട, നല്ല വൃത്തിയാക്കി. ഈ ഇടയിലിരുന്ന മണ്ണും എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. 3-4 വെള്ളം കഴുകിയപ്പോഴാണ് വൃത്തിയായത്. അപ്പോൾ നമ്മൾ 2 ബക്കറ്റ് മഞ്ഞൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും 2.5 ബക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ 1/2 ബക്കറ്റ് നമ്മൾ മാറ്റി വെച്ചു. കുറച്ച് വിത്തിന് വേണമല്ലോ, പിന്നെ കുറച്ച് മുഖത്തിടാനൊക്കെ വേണം. അങ്ങനെ 1/2 ബക്കറ്റ് മാറ്റി വെച്ചു. ഇത് കണ്ടോ, നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടോ, 3-4 വെള്ളം നമ്മൾ
കഴുകിയെടുത്തു അല്ലേ. 3-4 വെള്ളം കഴുകിയപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്കിരുന്ന ആ ചെളിയും മണ്ണും എല്ലാം ഒന്ന് മാറി കിട്ടിയത്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കേണ്ടതല്ലേ, അപ്പോൾ നല്ല വൃത്തിയായിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിക്കണം. അപ്പോൾ വെള്ളം ചൂടാക്കി നമുക്ക് അവിക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചൂടായി നോക്കിയിട്ട് ചൂടായിട്ട് ഈ മഞ്ഞളിനെ നമുക്കങ്ങ് തട്ടിക്കൊടുക്കാം. ചൂടായി. അപ്പോൾ നമുക്ക് വെള്ളം ചൂടായിട്ടുണ്ട്, കുറേശ്ശെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതാണ് അറം. ഒരു ബക്കറ്റ് തട്ടി, ഇനി അടുത്ത ബക്കറ്റ് ഇതിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അതും കൂടെ അങ്ങ് തട്ടിക്കൊടുക്കാം. മാക്സിമം കൊള്ളുന്നത് നമുക്ക് തട്ടിക്കൊടുക്കാം. ഇതെല്ലാം കൊള്ളുമെന്നറിയില്ല. മതിയല്ലേ? ഓക്കെ. ഇനി നമുക്കിതിനെ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പം നമുക്ക് തീ നന്നായിട്ട് കത്തിച്ച് കൊടുത്താലേ പെട്ടെന്ന് ഇത് തിളയ്ക്കുള്ളൂ. അപ്പം നന്നായിട്ട് കത്തിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം, ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല ആവി വരുന്നുണ്ട്, നല്ല മണം, മഞ്ഞേര നല്ല മണം. അങ്ങനെ അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാറായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മാറ്റാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ തട്ടിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. ഇനി നമുക്ക് വെയിലത്തിട്ട് ഇതിനെ ഉണക്കാം. നല്ല അടിപൊളിയായിട്ട് പാകമായിട്ടുണ്ട്. ഇതിന് തട്ടാം. നല്ല ചൂടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ നമുക്ക് ഒന്നൊന്നായിട്ട് കിടക്കാൻ കണക്കിന് നന്നായിട്ട് നിരത്തി കൊടുക്കാം. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ദിവസത്തിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഗൈസ്, അങ്ങനെ നമ്മൾ മഞ്ഞൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കണ്ട, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നല്ല ഹാർഡായിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 3-4 ദിവസം വെച്ച ഉണങ്ങും എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇത് കറക്റ്റ് 2 ആഴ്ചയായി. 2 ആഴ്ച നമ്മൾ വെയിലിട്ട് ഉണക്കിയപ്പോഴാണ് ഇത്രയും ഉണക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ പൊടിച്ചിട്ട് കാണാം. ഇത് ചാക്കിലിട്ട് 2 അടി അടിക്കട്ടുണ്ട്. ഇതാ ഇത് പക്ഷെ നമ്മുടെ വാങ്ങണ മഞ്ഞ ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതങ്ങ് ഒരുപാട് എന്താ നല്ല ഓ ഓ ഇത് കുഴപ്പമില്ല, കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടെ കളറിട്ട് ഞാൻ ഈ പറഞ്ഞ രീതി ഇത് കുഴപ്പമില്ല, നല്ല സൂപ്പർ. ഇത്രയും മഞ്ഞക്കല്ലേ? ഓ നിന്റേതാ ഇതിൻ്റെ അത് നിന്റെ ഇത് വേണം. ഇത് കണ്ടോ? അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മൾ പൊടിച്ച് കിട്ടിയ മഞ്ഞൾ. ശരിക്കും നമുക്ക് 2 ബക്കറ്റ് മഞ്ഞൾ നമ്മൾ ഉണക്കി പൊടിച്ചപ്പോൾ നമുക്ക് 2 കിലോ തികച്ചില്ല, ഇത്രയും മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്.